ഞാനിപ്പോൾ ചില സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പറയാറുണ്ട്. പ്രകൃതിയാണ് ഈശ്വരൻ. ബ്രഹ്മാണ്ടം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു അംശമാണ് നമ്മൾ ഈ പിണ്ടാണ്ടം എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു അംശമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് സാറിന് എന്ത് പറയാം? ഒരു വലിയ സത്യത്തിലേക്കാണ് നമ്മൾ ഉണരേണ്ടതും ഉയരേണ്ടതും. ശരിക്ക് എന്താ പറയുന്നത്, കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഓട് കൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടോ നിർമ്മിച്ച കേവലം ഒരു എന്താ പറയുക നിർമ്മിതിയായിട്ടൊരിക്കലും നമ്മൾ ക്ഷേത്രത്തെ കാണരുത്. ഇപ്പം ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ നോക്കിയറിയാം, എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അന്നത്തെ തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ മഹാദേവിയുടെ ഈ മഹാക്ഷേത്രം തന്നെയാണ് അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ ചുറ്റുവട്ടത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുൻപ് സൃഷ്ടിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. കാര്യം ഇതിന് മുന്നിലൊരു പഠിപ്പുര ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മഹാകളരി ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ട് അപ്പുറത്തൊരു മഹാദേവിയുടെ പള്ളിവാളും ചിലമ്പും അതുപോലെ തന്നെ മഹാദേവിയുടെ ആയുധങ്ങളും ഒപ്പം ഈ കളരിയിലെ ആയുധങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പുരാതനമായിരിക്കുന്നൊരു വീട് കൂടി അവിടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ കീഴൂട്ട് എന്ന കുടുംബമാണ് അവിടെ. ആ വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് താഴെയുള്ള കുളത്തിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടല്ലേ. കാര്യം ഞങ്ങൾക്കൊക്കെ ഓർമ്മയാകുന്ന കാലത്ത് എൻ്റെ അമ്മയുടെ ഒരു അനുജത്തി തന്നെ ആയിരുന്നു അവിടെ ഇപ്പം താമസിക്കുന്നു, പഴയ വീട്ടിൽ താമസിക്കുന്നത്. അന്ന് പറയുമായിരുന്നു ആ നിലവറയിൽ സർപ്പങ്ങളുടെ സാന്നിധ്യമുണ്ട്. കാര്യം ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വല്ലാത്ത അനുഭൂതി പ്രദാനം ചെയ്യുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. അപ്പം കിട്ടിയാൽ ഒരിക്കലും വിട്ടുപോകാത്ത ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് അജീപ്പ ചോദിച്ചതുപോലെ ഈ വളരെ സിംബോളിക്കാ ക്ഷേത്രം. ഈ ബ്രഹ്മാണ്ടം, ചരാചരാത്മകമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അല്ലേ, സകലതും ഉൾക്കൊള്ളുന്നു ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ സിമ്പലാണ്, ഒരു കുഞ്ഞു പതിപ്പാണ് ശരിക്ക് ഈ കാണുന്ന പിണ്ടാണ്ടമായിരിക്കുന്ന ഈ ശരീരം. ആ പിണ്ടാണ്ടമായിരിക്കുന്ന ശരീരം നമുക്കറിയാം, ഇതിന് പലതരത്തിലുള്ള പാദം മുതൽ ശിരസ് വരെ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾ ഓരോന്നും അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് പോലെ ഈ പിണ്ടാണ്ടമാകുന്ന ശരീരത്തിൻ്റെ ക്ലിയർ സിമ്പലാണ്, നേർപ്പതിപ്പാണ് നമ്മുടെ മുമ്പിൽ വർത്തിക്കുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതേ രീതിയിലാണ് ഇത് നിലനിൽക്കുന്നത്. എന്നാൽ മഹാക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. നമുക്കറിയാം, ക്ഷേത്രത്തിന് ഒരു മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളുണ്ടോ അതുപോലെ തന്നെ അതെ, അതുപോലെ ആ മനുഷ്യ ശരീരത്തിന് കൽപ്പിതമായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ അല്ലേ. അവിടെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ കേട്ടു, കുട്ടിമരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കേട്ടു. അപ്പം ഗർഭഗൃഹം മുതൽ ശരിക്കും ഗോപുരം വരെ അതിനിടയിലുള്ള ഓരോന്നുണ്ട്, നമുക്ക് വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഇത് വാസ്തവത്തിൽ ഏതിൻ്റെ പ്രതീകമാണ്? ഈ ശരീരത്തിൻ്റെ ക്ലിയർ പതിപ്പ് തന്നെയാണ്, ഈ പിണ്ടാണ്ടത്തിൻ്റെ ശരിയായ പതിപ്പ് തന്നെയാണ് യഥാ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ വർത്തിക്കുന്ന ഈശ്വരൻ. അങ്ങനെയുള്ള ആ ഒരു ഈശ്വരനെ അറിയലാണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് പറയാറുണ്ടല്ലേ, സ്വസ്വരൂപത്തെ, നമ്മുടെ സ്വരൂപം എന്താണെന്ന്, ശരിയായ ആനന്ദം എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന സനാതന സംസ്കൃതിയുടെ നെടുന്തൂണുകളാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും വിഷ്ണുവിനെ പോലുള്ളവർ ആ ക്ഷേത്രത്തിലൂടെയുള്ള ഒരു അയനം, ക്ഷേത്രായനം അല്ലേ, സനാതനം എന്ന പേരിൽ ആ ക്ഷേത്രായനം എന്നതായിട്ടുള്ള ആ ഒരു വലിയ ധർമ്മപരിപാടിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ക്ഷേത്രങ്ങളെ നമ്മൾ നന്നായിട്ട് അറിയുക തന്നെ വേണം. അത് പ്രത്യേകിച്ച് ഈ വരുന്ന യുവതലമുറ ക്ഷേത്രങ്ങൾ എന്താണെന്ന്, അതെങ്ങനെയാണ് വളരെ താത്വികമായിട്ടും വളരെ സയൻറ്റിഫിക്കായിട്ടും ക്ഷേത്രങ്ങളെ പഠിക്കുമ്പോൾ നമ്മുടെ സമാജത്തിന് ഒരിക്കലും മൂല്യച്യുതി ഉണ്ടാവില്ല. അതൊരു വലിയ സത്യമാണ്. ഒരു തരത്തിലുമുള്ള ലഹരിക്ക് അവർ അടിപ്പെട്ടു പോകില്ല. അതാ അല്ലേ, കുമാരനാശാൻ തന്നെ പറയും, ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുകയും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വർത്തിക്കുന്നതായിട്ടുള്ള ആ എനർജിയെ നമുക്ക് എത്രത്തോളം വിപുലമാക്കി മാറ്റാൻ കഴിയും എന്ന പ്രചോദനം നമുക്ക് പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള മഹാസങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് അജി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ബ്രഹ്മാണ്ടത്തിൻ്റെ പതിപ്പ് പിണ്ടാണ്ടം, ഈ പിണ്ടാണ്ടമാകുന്ന ശരീരത്തിൻ്റെ ക്ലിയർ സിമ്പൽ തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ വർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ.